ഹേ ഗൈസ്, എന്തോ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം ഞാൻ പറയാം. ഇതിപ്പം KSRTCയിലെ ജീവനക്കാർക്ക് ഡിയർനെസ് അറിയേഴ്സിന്റെ കുടിശ്ശിക കൊടുക്കാത്തതിനുള്ള സെക്രട്ടേറിയറ്റ് വരെയുള്ള മാർച്ചിന്റെ ന്യൂസാണ്. അതിൽ പറയുന്നുണ്ട് 4000 കോടി കടം ഇന്ന് 16,000 കോടിയായി മാറിയ കാര്യം. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാലും KSRTC സിഗ്നിഫിക്കന്റ് ഫിനാൻഷ്യൽ ലോസിലാണെന്നും ഗവൺമെന്റ് ബോറോയിങ് വഴിയാണ് കാര്യങ്ങൾ എന്താ പറയുക ഓടിച്ചുകൊണ്ട് പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കാഗിന്റെ സ്റ്റേറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ രണ്ട് എന്റിറ്റീസ്, അതായത് KSRTCയും സപ്ലൈകോയും ആണ് നഷ്ടത്തില്. ടോട്ടൽ ഡെഫിസിറ്റിന്റെ ഏതാണ്ട് 1327 കോടിയോളം വരും അത്. എനിക്കതല്ല, എങ്ങനെയാണ് ഇത്രയും നഷ്ടത്തില് KSRTC ഓടുന്നതെന്നാ. കാരണം കേരളത്തെ പോലുള്ള സ്റ്റേറ്റില് സാധാരണക്കാരൻ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത് ബസ്സിനെയാണ്. എത്രയൊക്കെ വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലാണ് യാത്ര ചെയ്യുന്നതും. വെളുപ്പിന് ഒരു 3:30 4 നിങ്ങൾ KSRTC സ്റ്റാൻഡ് വരെ ഒന്ന് പോയി നോക്കണം. നിങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാൻ പറ്റും നമുക്ക്. സത്യം പറഞ്ഞാൽ തമിഴ്നാട് KSRTC പോലൊക്കെ ആവണം നമ്മളും. അവിടെ സ്ത്രീകൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ യാത്രയാണ്. ഞാൻ KSRTC ബസ്സിൽ അവിടെ യാത്ര ചെയ്തപ്പോൾ ക്യാഷ് കൊടുക്കാൻ പോയി. അടുത്തിരുന്ന ആളാണ് പറഞ്ഞത് ലേഡീസിന് ക്യാഷ് വേണ്ടാന്ന്. കണ്ടക്ടേഴ്സ് ടിക്കറ്റ് ചുമ്മാ കയ്യിൽ തന്നിട്ട് അങ്ങ് പോകും. എന്നിട്ട് പോലും അവിടെ KSRTCക്ക് നഷ്ടം വരുന്നില്ല. എന്തുകൊണ്ടാ എനിക്ക് അവിടെ ചെന്ന് അതൊക്കെ കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വന്നേ? നമുക്കും അതുപോലൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നേ. ഗവൺമെന്റ് അതിന് മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം. ഗവൺമെന്റ് ആണ് പൗരന്റെ സംരക്ഷകര്. ഇവിടെ സംരംഭം തുടങ്ങാനും ഇംപ്ലിമെന്റ് ചെയ്യാനും മറ്റുള്ള പ്രൊസീജിയർ ട്രാൻസ്പെറന്റ് ആവണം ഒന്നൂടെ. അങ്ങനെ വരുമ്പോൾ ജോലി സാധ്യത വർദ്ധിക്കുകയും അതുവഴി നികുതി ഗവൺമെന്റിന് ലഭിക്കുകയും ചെയ്യും. ആ ക്യാഷ് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം. അതിപ്പോ അവർക്ക് DA കൊടുക്കാനും നഷ്ടം പരിഹരിക്കാനും നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ, സ്ത്രീകൾക്ക് ഇതുപോലെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യട്ടെ. ഓക്കെ, സോ ബൈ ഗൈസ്.